തമിഴ്നാട്ടിൽ വിജയുടെ വൻപിച്ച വിജയം മറ്റു സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ ഒരു പ്രചോദനം. നല്ല സിനിമാ നടനും ആയാൽ മതിയായിരുന്നു. വെറുതെ ചോറും കഞ്ഞിയും കളിച്ച് സമയം കളഞ്ഞു. അമേരിക്കൻ അയൺമാൻ കൊടുങ്ങല്ലൂരുകാരൻ, കൊടുങ്ങല്ലുകാരൻ, തൃശൂർ കാൽമുട്ടിൽ സ്ലീവ് പ്ലേറ്റുമായി 55-ാം വയസ്സിൽ സജിത്ത് പ്ലേറ്റ്. അതൊക്കെ ചുമ്മാ ആന്ന് കുഴപ്പമില്ല. നീ പറഞ്ഞാ മതി, ഞാനപ്പൊ എന്താന്ന് വെച്ചാ സെറ്റ് ചെയ്യാം. ശരി. ഏതോ? ഇല്ല അത് കുഴപ്പമൊന്നുമില്ല, അത് ഞാൻ അന്ന് പറഞ്ഞ് ശരിയാക്കിയായിരുന്നു. വിളിച്ചാൽ മതി, എപ്പോഴാണ് വിളിച്ചോ? അതൊന്നും കുഴപ്പമില്ല, വരുമ്പോ വിളിച്ചാൽ മതി. ഓക്കെ എന്നാ ശരിടാ. ഓക്കെ 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 ശരി. ആര് ആര് ആരെന്ന്? ആരുമില്ല. ഫോണിൽ ആരെന്നാണ് ഞാൻ ചോദിച്ചത്. അത് റോങ് നമ്പർ ആയിരുന്നു. റോങ് നമ്പരോ? റോങ് നമ്പർ ആണോ? ഏടാ ഓക്കേടാ പിന്നെ വിളിക്കാടാന്ന് പറഞ്ഞു. വെച്ചിട്ട് പോടാന്ന് പറഞ്ഞ. വെച്ചിട്ട് പോടാന്ന്? റോങ് നമ്പർ അല്ലേ? തന്നെ? ഓ വീട്ടിൽ ഫോണെടുത്ത് പുറത്തുനിന്നും സംസാരിക്കാൻ മാത്രം സ്വാതന്ത്ര്യം. ഇതിങ്ങനെ വിട്ടാ പറ്റത്തില്ല. ആണോ? എന്നിട്ട് അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്യണോ? അത് ഞാൻ ചെയ്യാം. എന്നിട്ട് പോയി പറഞ്ഞാ മതി, അത് സബ്മിറ്റ് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നും കാണത്തില്ല. ആണോ? വന്നോ? മതി മതി, അത് ഞാൻ വിളിക്കാം. ഓക്കെ 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 ശരി ശരി. ശരി. ആരായിരുന്നു ഫോണിൽ? ആരായിരുന്നു? ആരാണേലും എന്താ? എന്തൊരു വർത്താനം? ഒരു റോങ് നമ്പർ. ഇതിന് മാത്രം റോങ് നമ്പർ വരെ? ഇയാളാര്? എന്റെ നമ്പർ മാറിപ്പോയി എല്ലാവർക്കും. അങ്ങനെ നമ്പർ മാറി വിളിക്കുമ്പോ അവരോട് എന്തിനു സംസാരിക്കാൻ നിൽക്കുന്നത്? റൊണാൾഡോങ്കലിന് എന്തൊക്കെ അറിയണം? കുറെ നാളായിട്ടുണ്ടല്ലോ എന്റെ പിറകെ. ഞാൻ ആരെയാ ഫോൺ വിളിക്കണേ, എന്താ ചെയ്യണേ? അത് പ്രായമായ കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ച് വീട്ടിലുള്ളപ്പം അങ്ങനെ മുതിർന്ന ആൾക്കാർ ചോദിക്കും, അന്വേഷിക്കണം, അല്ലെ 4-ാം കാലേ പോകും. അതെ, ഞാൻ അടുത്ത ആഴ്ച പോയിരിക്കാം 4-ാം കാലില്. അന്ന് പറഞ്ഞില്ലേ? ചുമ്മാ എന്ത് ചെയ്താലും ഒരു വിശ്വാസം. നീ എങ്ങും പോലടി, നിന്നെ എങ്ങും വിടത്തില്ലോ. മച്ചമ്മി, പൈസ അയച്ചാനെ കണക്കാൻ തോന്നല്ലേ? വി ഹെൽപ്പിലൂടെ ഇപ്പൊ നല്ല മെച്ചമായ ഒരു ഇതുണ്ടല്ലേ? നിനക്ക് വി ഹെൽപ്പ് തുടങ്ങണമെന്നുള്ള മോഹം ഉണ്ടോ? അച്ഛമ്മ ചെയ്ത സെയിം ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല. അച്ഛമ്മ അതിനകത്ത് കുറെ ഐഡിയാസ് കൊണ്ടുവരണം. അച്ഛമ്മ കൊണ്ടുവന്നിട്ട് ഒത്തിരി പൈസ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് നല്ല രീതിയിൽ മുത്തിന്റെ കല്യാണമൊക്കെ കഴിച്ച് അയപ്പിക്കണം. മുത്തിന്റെ കല്യാണം കഴിക്കാൻ വളരണ്ടേ? സമയമുണ്ട്. മുത്തിന് സമയം ഞാൻ കെട്ടിച്ചു വിട്ടോളാം. നീ ടെൻഷൻ, നിന്റെ ഒരു 10 പൈസ ഞാൻ വാങ്ങിക്കുകയില്ല. നീ അങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അതിനുള്ള വരുമാനമൊക്കെ ഇപ്പൊ ഇതിലുണ്ടേ. ഉണ്ടല്ലേ? ഈ പണ്ടൊക്കെ ഡൽഹിയിലും ബോംബെയിലൊക്കെ ഈ കല്യാണത്തിന് മുമ്പേ ചെറുക്കൻ വീട്ടുകാർ ഈ കല്യാണ പെണ്ണിന്റെ സ്വഭാവം അതൊക്കെ അറിയാൻ വേണ്ടി CID-കളെ വിടുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അച്ഛമ്മ അങ്ങനെ പരിപാടി തുടങ്ങും അവിടെ വി ഹെൽപ്പിൽ? ഇപ്പൊ അങ്ങനെ ആരെങ്കിലും വന്നാൽ നമ്മൾ അതും ചെയ്യും. എന്ത് വി ഹെൽപ്പിൽ എന്ത് ഹെൽപ്പ് വേണമെന്ന് ആര് പറഞ്ഞാലും നമ്മളത് ചെയ്തു കൊടുക്കും. ഞാൻ ഈ കണക്കൊന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. നീ അതിനിടയ്ക്ക് കുടുംബത്തിന് വേണ്ടിട്ട് വന്നാലും അങ്ങനെ നമ്മൾ ചെയ്യുമായിരിക്കുമല്ലേ? നമ്മുടെ കുടുംബത്തിലാ? നമ്മുടെ കുടുംബത്തിൽ എനിക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം അച്ഛനോട് പറയാനുണ്ട്. നിനക്ക് പൈസ വല്ലതും കടമായിട്ട് വേണമെങ്കിൽ? പൈസ അല്ല
പിന്നെന്താ നിനക്കിനി വേറെ എന്താണ് വേറെ ജോലിയല്ലോ ഈ വർഷം അപ്പം അല്ല, അതുമല്ല, അതുമല്ല, വേറെ അതുമല്ല, എന്തെങ്കിലും? പിന്നെന്താണ് അടുത്ത പരിപാടി? എന്തോ ഉടായ്പാണല്ലോ കുറെ. ഉടായ്പല്ല, നമ്മുടെ കുടുംബപരമായി ബന്ധപ്പെട്ട ചില ആ നീ ഇവിടുന്ന് മതിയാക്കി കുടുംബം അങ്ങോട്ട് പോകാൻ പോകും. ഒരിക്കലുമില്ല. കൊടുങ്ങാവളക്ക് സെറ്റിൽ ഇല്ല, അങ്ങോട്ട് പോകത്തില്ല. അതാ റോസ്മേരിയും പിള്ളേർ ഇങ്ങോട്ടും ഉണ്ട്. അതും ഒട്ടുമില്ല. പിന്നെ ഇനി കുടുംബത്തിൽ വേറെ എന്താ പ്രശ്നം? എൻ്റെ പിള്ളേർക്ക് വല്ല പ്രശ്നം? പിള്ളേർക്കെന്ന് പറഞ്ഞാൽ പിള്ളേരുടെയും കൂടെ പ്രശ്നമാണ്. എന്താ പ്രശ്നമാണോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേണമല്ലോ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാനും. അവരുടെ ഓരോ നീ വളച്ചു കെട്ടാതെ പിള്ളേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറ. സ്കൂള് വല്ല ഇത് ഫീസ് കൊടുക്കാനോ അല്ലെങ്കിൽ ബാഗ് എൻ്റെ വാങ്ങാനോ? പിള്ളേരുടെ അല്ല, മച്ചമ്പി നമ്മുടെ മോളാണല്ലോ മുത്ത്. അച്ചമ്മയുടെ മോളെന്ന് പറയുമ്പം എൻ്റെ മോളാണല്ലോ. ഞാൻ അച്ചമ്മ എന്ന് പറയുമെങ്കിലും ഞാൻ ഇളയപ്പനാണല്ലോ. അപ്പം മുത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങളിപ്പം അച്ചമ്പി ഒരുപാട് തിരക്കിൽ, തങ്കച്ചേട്ടത്തി ഒരുപാട് തിരക്കിൽ, ഇപ്പം ശരിക്കും മുത്തിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധ പോകുന്നില്ല. കാര്യം പറഞ്ഞാൽ മതി. പറഞ്ഞു പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മുത്തിനെന്താ പ്രശ്നം? മുത്തിനൊരു ചുറ്റുകളി ഉണ്ടോയെന്ന് എനിക്കൊരു സംശയം. അത് പെട്ടെന്നുണ്ടായ സംശയമല്ല, കുറെ നാളുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. പുറത്തുള്ള ആൾക്കാരുടെ നീ അത് പരദൂഷണം പറയും പോലെ കുടുംബത്തിലെ പിള്ളേരെ കുറിച്ച് അതൊന്നും പറയരുത്. പരദൂഷണമല്ല, ഞാൻ എന്റെ കൊച്ചിനെ കുറിച്ച് പറയുമോ? ഞാൻ അവിടെ ഇളയപ്പനല്ലേ. ഈ ചോരയല്ലേ ആ ചോരയിലുള്ളല്ലേ ആ കുഞ്ഞ്. പരദൂഷണമല്ല, ഞാൻ കുറെ നാളുകൊണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അത് നല്ല മാറ്റം. ഞാൻ ഒരു കാര്യം പറയാം. ഇനി എന്തെങ്കിലും പറഞ്ഞോണ്ടോ അടിച്ച് കവാലം കൂടി ഞാൻ പൊളിക്കും. ചുമ്മാ തെമ്മാടത്തരം പറയണം. പക്ഷെ മാതാവാണ് ഞാൻ പറയുന്നത്. എന്റെ കൊച്ചിനെ എനിക്കറിയാം. അവളെ ഞാൻ വളർത്തി എങ്ങനെയാണ് എനിക്കറിയാം കേട്ടോ. അത് ഓർത്ത് നീ വിഷമിക്കണ്ട. ഉമ്മ അതൊന്നും പറയണ്. ഞാനൊരു സീരിയസ് ആയിട്ടൊരു കാര്യം. നീ ഒരു കുന്തവും പറയണ്ട. പിന്നെ അല്ലാണ്ട് നിനക്ക് വേറൊന്നും പറയാനില്ലേ അല്ലേ? കൊച്ച് അത് മര്യാദയ്ക്ക് പഠിക്കാനും പോയി കൃത്യമായിട്ട് കാര്യമാണ്. അങ്ങനെയുള്ള അവളെ എൻ്റെ അടുത്ത് പറയും തുറന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മോളെ അങ്ങനെയാണ് വളർത്തുന്നത്. അല്ലാതെ കണ്ട പിള്ളേരെ നീ വെച്ചിട്ട് എൻ്റെ മോളെ കൊണ്ട് നീ വിലയിരുത്തല്ലേ. കണ്ട പിള്ളേരുടെ കാര്യമില്ല. ഈ വിഷയം സംസാരിക്കണ്ട. വേണ്ട, പച്ചമ്മ വിശ്വസിക്കണ്ട. പക്ഷെ ഞാൻ പറഞ്ഞ ആരും അതേപോലെ വിശ്വസിക്കുന്ന ആളെ വീട്ടിലുണ്ട്. തങ്കച്ചേട്ടത്തി ഞാൻ ഫോൺ വിളിച്ചു പറയും. പെറ്റ പേരിന് മനസ്സിലാവും ഞാൻ പറയുന്നതിന് നമ്പർ എന്താന്ന് കേട്ടോ. ഇനിയിപ്പോ ആ നമ്പർ അറിയാൻ വേണ്ടി എനിക്ക് പറയാൻ എന്തായാലും പറ്റൂല. പറയേണ്ടി വരും. ഇനി പറയാം. ഈ വിഷയം ഇനി ആവശ്യമില്ലാതെ അത് സംസാരിക്കരുത്. ആ കൊച്ചങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. ഞാൻ ഈ പറഞ്ഞു കൊടുത്ത ഒരു സമയത്ത് നിങ്ങൾ സഹതിപ്പിച്ച് എൻ്റെ അടുത്ത് വരും. നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ലടാ. ഞാൻ അറിഞ്ഞപ്പോ പറഞ്ഞു. നാളെ നിങ്ങൾ ചോദിക്കും നീ എന്തോ അറിഞ്ഞെന്ന്. കൊച്ചുങ്ങളാകുമ്പോ ഫോൺ വിളിക്കാൻ സംസാരിക്കുക ചെയ്യുക. അതാണ് അതിന്റെ പ്രശ്നം. ചുമ്മാ പിള്ളേരെ പുറകെ നടന്നിട്ട് അത് ഇതും പറയുക. സാറേ 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 വാടി സാറില്ലേ? എന്തോ സാറില്ലേ? ക്ലീറ്റോ ചേട്ടൻ അവിടെ അല്ലേ? അയ്യോ, ക്ലീറ്റോ സാറിനല്ല, ഇവിടുത്തെ SI സാറില്ലേ? ഏട്ടനാ? ഇടിയില്ലേ? ഉണ്ട്, പോവാനായിട്ട് റെഡി ആവുക. വിളിക്കുവാ. അതെ വന്ന് ഏട്ടനെ അന്വേഷിച്ച ഷർമിള വന്നത്. സാറേ, എനിക്കൊരു പരാതി ഉണ്ട് പറയാൻ. രാത്രിയാവുമ്പോലേ എൻ്റെ വീട്ടിന്റെ പറമ്പില് കുറേ എണ്ണം വന്നിട്ട് ഒച്ചപ്പാടും ബഹളം തന്നെ. ഉറങ്ങാനേ പറ്റുന്നില്ല. സൂലാത്ത അപ്പൂപ്പനെല്ലാം ഇല്ലല്ലേ. എങ്ങനെ പുറത്തിറങ്ങും? അപ്പൂപ്പനൊന്നും ഇറങ്ങാൻ പറ്റൂലല്ലോ. പേടിച്ചിട്ട് പറയാൻ വേണ്ടിട്ട് വന്നിയാന്ന്. അല്ല, സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാറുണ്ട്. ഞാൻ ക്ലീറ്റോ സാറിനോട് ഈ കാര്യം പറഞ്ഞിനി. അന്നേരം പറഞ്ഞു ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി, അല്ല ശരിയാവുന്നു. അല്ല, അതല്ല, സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പരാതി തന്നാൽ മതി, ഞാൻ അന്വേഷിക്കാം. എന്നാ പിന്നെ ഇന്ന് തന്നെ കൊടുക്ക സാറേ. എന്നോട് തോന്നുന്നു. പിന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിന്. ആദ്യം കണ്ടേരം. ആരോട്? സാറിനോട്. സാറിനെ കാണാന് സുരേഷ് ഗോപിനെ പോലെയുണ്ട്. ശരിക്കും യൂണിഫോമിൽ ഇട്ട സുരേഷ് ഗോപി തന്നെ. ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നിനക്ക് തോന്നിയിട്ടുണ്ടാടി? നിങ്ങൾക്ക് തോന്നിയില്ല, എനിക്ക് തോന്നീനി. ഇങ്ങനെ ദിവസം കാണുന്നോണ്ടല്ലേ. ശരി. മോളപ്പോ വന്നിനി? ഞാൻ കുറച്ച് ദിവസമായി. പഠിത്തത്തിൽ എങ്ങനെ പോകുന്നുണ്ട്? തക്കോട് കൈ കഴിയാ? കഴിക്കാതെ സാമ്പാർ എന്ത് ഇതുപോലെ? ഇനി രാവിലെയും ചിക്കൻ വേണോ? എന്ത് കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോൻ്റെ? ഒന്നുമില്ലല്ലോ. മക്കൾ അങ്ങോട്ട് വാരി കഴിക്കുക കേട്ടാ. സ്വന്തമായിട്ട് വാരി കഴിച്ചാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിനക്ക് വാരി തരേണ്ട പ്രായത്തിൽ ഒരുപാട് വാരി തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ അടുത്ത് പറ, പഞ്ചായത്ത് പരിപാടി നിർത്തിയിട്ട് ഇവിടെ ഇരിക്കാൻ, വാരി തരാനൊക്കെ ആയിട്ട്. ഡാഡി എന്നെ പറഞ്ഞാൽ മതി. എന്തോന്ന്? അമ്മയുടെ അടുത്ത് ഇവിടെ വന്നിരിക്കേ. ഓ, അത് ശരി. ഒന്ന് നീ പറയൂലേ? മനുഷ്യൻ ഇവിടെ കാര്യങ്ങൾ കിടക്കണുണ്ട്.
ഏ ആരാ വന്നേ നോക്ക്. മുത്തേ നീ എവിടെ മുത്തേ? ആര് ആര് വന്നേ നോക്ക്. ആര് വന്ന്? ആ ശർമ്മളേ. സാറേ ആ മുത്തേ നീ ഇത് എവിടെ പോയത്? അവന് ഫുഡ് എടുത്ത് കൊടുക്കുക എന്തെങ്കിലും ചെയ്യണ്ട, എനിക്ക് ഓഫീസിൽ പോകാനല്ലേ. ഞാൻ ആന്റി വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പോയപ്പോ. ആ ശർമ്മള എവിടെ? ഓഫീസിൽ പോകണില്ലേ? അല്ല സാറ് പറഞ്ഞേ ഇവിടെ വന്നിട്ട് SI സാറിനെ കണ്ടിട്ട് പരാതി കൊടുത്താൽ മതി, കണ്ടോ എല്ലാം ശരിയാവുന്നു. അളിനെ കണ്ടാ? ആ കണ്ടു. പരാതി കൊടുത്താ? പരാതി കൊടുത്തു, ബായിവാക്കാലും കൊടുത്തു. അന്നേരം സാറ് പറഞ്ഞു ഇങ്ങനെ പോരാ, പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അവിടെ എഴുതി കൊടുക്കണമെന്ന്. ആ എന്നാ ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്തിട്ട് ഓഫീസിലോട്ട് പോകും. അല്ല ലീവ് വേണം. എന്തിന്? പരാതി കൊടുക്കാൻ പോവാൻ. ശർമ്മളയ്ക്ക് ഒരു പരാതിയല്ലേ ഉള്ളൂ, അല്ലാതെ പഞ്ചായത്തിന്റെ പരാതി മുഴുവനും ഒന്നും ഇല്ലല്ലോ. പോയി ഒരു പരാതി എഴുതി കൊടുത്തിട്ട് ഓഫീസിൽ പോവാൻ നോക്ക്. അവിടെ തിരക്കുണ്ടാവൂലേ? എന്താ തിരക്കുണ്ടാവുമ്പം കൊറേ. ഞാൻ അളിയനെ വിളിച്ച് പറഞ്ഞോളാം ശർമ്മളയുടെ പരാതി ആദ്യം കൈപ്പറ്റാൻ. ശർമ്മളെ ആവശ്യമില്ലാതെ ലീവ് എന്ന് പറഞ്ഞ് നിൽക്കല്ലേ. ഇപ്പൊ തന്നെ ഒരുപാട് ലീവ് എടുത്തു, ഇനി ശമ്പളം ഇല്ലാത്ത ലീവ് മതിയെങ്കിൽ ഓക്കെ. പിന്നല്ലാണ്ട് സാർ ഓഫീസിൽ ഞാൻ വരണുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, സാറിന്റെ കൂടെ ഞാനും വരാം. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ പരാതി കൊടുത്തിട്ട് നമുക്ക് ഓഫീസിൽ പോവാം. ഭയങ്കര ഐഡിയ ആണല്ലേ. എനിക്കിപ്പോ പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല, പരാതി ശർമ്മളയ്ക്കല്ലേ ഉള്ളത്. പോയി പരാതിയും കൊടുത്തിട്ട് ഓഫീസിൽ പോവാൻ നോക്ക്. 100 കാര്യങ്ങൾ ഓഫീസിലുണ്ട്, അറിയാലോ. ഓഫീസിലെ കാര്യങ്ങൾ എപ്പോൾ ചെയ്യും, ആര് ചെയ്യും? നാളെ ചെയ്യാം. അതുകൊണ്ട് നാളത്തെ കാര്യം അത് ശർമ്മളയ്ക്ക് ജോലി മടുത്തെങ്കിൽ അത് പറഞ്ഞോ, വേറെ ഏതെങ്കിലും ജോലി നോക്കി. മടുത്തിട്ടൊന്നുമില്ല, ഞാൻ ഊണിലും ഉറക്കലും അല്ല ഇത് നമ്മൾ ഈ ഓഫീസ് ഹെൽപ്പന്നിൽ ഒരു വിചാരം തന്നെയുള്ളൂ എനക്ക്. സ്വപ്നം കണ്ടോണ്ടിരിക്കല് എനക്ക് വേറെ ജോലിയായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റൂല. ഞാൻ ഇനി കുളിക്കാൻ പോകണ്ട, അപ്പൊ ഞാൻ പതപ്പിച്ചോളാം. ശർമ്മള കഴിക്കുന്ന വേണ്ട, ഞാൻ കഴിച്ചിനി നല്ല പൊറോട്ടയും മുട്ടക്കറി കുമരന്റെ കടയിൽ നിന്ന്. രാവിലെ പരിപാടിയെ കഴിഞ്ഞ് പിന്നെ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയും കൊടുത്തിട്ട് ഓഫീസിൽ രാവിലെ എത്താൻ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ പോയിട്ട് ആ ഫയലെല്ലാം ഞാൻ റെഡിയാക്കി വെക്കാം സാറ് വരുമ്പോഴത്തേക്ക്. ശരി മോളെ. മോനെ കൈക്കിട്ട സാമ്പാറാ മതി ശർമ്മളെ. ഓ എന്തുവാ ഡാഡി ഭയങ്കര റൂഡാണ് കേട്ടാ. അയ്യോ ആ ഞാനൊരു സ്ഥാപനത്തിന്റെ മുതലാളിയാണ്. അതുകൊണ്ട് തൊഴിലാളികളോട് ഇങ്ങനെ നിന്നില്ലെങ്കിൽ അവര് നമ്മളെ തലയിൽ കയറും, മനസ്സിലായോ? ആ പിന്നെ ഡാഡിയുടെ പാന്റ് ഷർട്ടും ഒന്ന് തേച്ച് വെക്കുക കേട്ടാ. എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഒരു സഹായം ചെയ്യും. തേക്കാലോ പറയണ്ടേ. എടുത്ത് കഴിക്ക് പെട്ടെന്ന് കേട്ടാ. അയ്യോ പാല് ചൂടാക്കാൻ വെച്ച് എന്താന്ന് വെച്ചാ എത്ര നേരം ഇപ്പൊ തുടങ്ങിയിട്ട്? താഴത്ത് അലപ്പം പാടൊന്നും കേട്ടില്ല? ഞാനൊന്നും കേട്ടില്ല. എന്റെ ലില്ലിപ്പെണ്ണെ, എനിക്ക് മുത്തിനെ കുറിച്ച് തോന്നിയ ഒരു ചെറിയൊരു സംശയം. ഇന്ന് തന്നെ 2 പ്രാവശ്യം എൻ്റെ മുമ്പ് വെച്ച് മുത്ത് ഫോണിൽ സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു ആരോടാന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു റോങ് നമ്പറാന്ന് പറഞ്ഞു. അപ്പോൾ റോങ് നമ്പറുകാരോട് 2 പ്രാവശ്യം അങ്ങനെ സംസാരിക്കും? പിന്നെ റോങ് നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് ആരാ എവിടുന്നാ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല റോങ് നമ്പർ ഇത്രയും പറയത്തില്ലേ? അതല്ല പറഞ്ഞത്, പിന്നെ വേറെ എന്തൊക്കെയാ പറഞ്ഞത്. എനിക്കാണെങ്കിൽ ഇന്ന് തോന്നിയതല്ല, കുറച്ച് നാളെൻ്റെ ഉള്ളിൽ കിടക്കുന്നേ. അത് ഞാൻ ക്ലീറ്റർ മച്ചപ്പോഴും തങ്കം ചേട്ടത്തിയോടും ഒന്ന് പറഞ്ഞു. എന്നെ ഇനി പറയാൻ ഇനി ഒന്നുമില്ല. പിന്നെ അവര് പറയത്തില്ലേ എന്ത്? അവരുടെ മോളെ പറ്റിയിട്ട് അവരെ അങ്ങനെ ഒരു കൊച്ചിനെ പറ്റിയിട്ട് ഒരു സംശയം പറയുമ്പോ അവര് പിന്നെ എങ്ങനെ പറയും? ഇതിപ്പോ അച്ചാച്ചൻ വന്ന് നല്ലുവിനെ പറ്റിയിട്ട് എന്നോടോ ഏട്ടനോട് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയായിരിക്കും പറയുന്നത്? അതുപോലെ തന്നെ അവര് പ്രതികരിച്ചുള്ളു. അതിനിപ്പോ ഇത്ര വലിയ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനല്ലേ പറയുന്നത്. ഈ ക്ലീറ്റർ മച്ചമ്പി ആരാ? എന്റെ ചേട്ടനാണോ? അങ്ങേറെ മോൾ എൻ്റെ മോളാണോ? അതിന് പേരുദോഷം കേൾക്കുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് സ്വന്തം ഇളയപ്പനായ ഞാൻ വന്ന് പറയുമ്പോൾ അതിനെ കുറച്ച് സീരിയസ് ആയിട്ട് കാണണ്ടേ? അച്ചാച്ചൻ എന്തോ പറഞ്ഞു വരുന്നത്? എന്താ പറ, തുറന്നു പറ. എന്റെ മനസ്സിലെ സത്യമായ കാര്യം ലില്ലിമോളാണ് പറയാ. എറണാകുളത്ത് പഠിക്കാൻ പോയതിനു ശേഷം മുത്തിന് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്ത് മാറ്റമെന്ന്? മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രായത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതായ ചില മാറ്റങ്ങൾ. പ്രേമോ? അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഈ ഫോൺ വിളിക്കകത്ത് എനിക്ക് നല്ല സംശയമുണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ കൊടകാളം മാതാവണം അവന്റെ മുട്ടടിച്ചാൻ പൊട്ടിക്കും. അപ്പൊ ആരും എന്നോടൊന്നും ചോദിക്കാൻ പറ്റരുത്. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം അച്ചാച്ചന് തോന്നിയെങ്കിൽ അത് ആദ്യം ആരോടാ പറയേണ്ടത്? ഏട്ടനോട് പറഞ്ഞുകൂടായിരുന്നോ? ഏട്ടൻ ഒരു പോലീസുകാരനല്ലേ? ആ പോലീസ് ബുദ്ധിയിൽ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് ഏട്ടനത് ചെയ്യത്തില്ലായിരുന്നു? അത് മതിയായിരുന്നു. പക്ഷെ പോയ ബുദ്ധി പോത്ത് പിടിച്ചാലും വരത്തില്ലല്ലോ. ഇപ്പൊ എന്തോ ചെയ്യും? ഇത് ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതല്ല. എന്റെ കൊച്ചിനെ കുറിച്ച് ഞാൻ അങ്ങനെ ഒരു പേരുദോഷം പറഞ്ഞുണ്ടാക്കുന്നില്ല. ലില്ലിപ്പെണ്ണ് തോന്നുന്നുണ്ടോ? തോന്നില്ല.
ഏട്ടാ 16. ഏട്ടാ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ഇന്നലെ പറയണമെന്ന് വിചാരിച്ചതാണ്, എന്തോന്ന് ഇത്ര പോരാ? പറയുന്നില്ല. ഒരു കാര്യം ഒരാൾ പറഞ്ഞു നിൽക്കുമ്പോഴേക്ക് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കണം, അത് മാറ്റി വെച്ചിട്ട് ഞാൻ പറയാം. എന്തടി ടൂറിനെല്ലാം പോണായിരിക്കും. ഓ അതിപ്പോ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല കൊണ്ടുപോകുന്നത്. എന്ത് പറയാ? പിന്നെ ഏട്ടന് നമ്മുടെ മുത്തിനെ കാണുമ്പോ എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? കുഴപ്പോ? അവളെ കാണുമ്പോ ഒരു സന്തോഷമല്ലേ എപ്പോഴും? അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. അതിപ്പോ എനിക്ക് അവളെ കാണുമ്പോ സന്തോഷമില്ലേ, അതല്ല. അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം തോന്നുന്നു? ഒരു കുഴപ്പമില്ല, ചുമ്മാ ഇതാണ് ഏട്ടാ ഇങ്ങനെ നിസ്സാരമായിട്ട് കാണല്ലേ, ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയല്ലേ. എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഏട്ടന്? എനിക്കൊന്നും തോന്നില്ല. നിനക്കൊല്ലം തോന്നിയാ? എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. അല്ല ചിലരൊക്കെ വന്നിങ്ങനെ പറയുമ്പോ പിന്നെ ഇങ്ങനെ നോക്കുമ്പോ എന്തൊക്കെ ഒരിപ്പൊ നോക്കി പേടിപ്പിക്കണം. ഞാൻ പറയാം. റൊണാൾഡോ അച്ചാച്ചൻ എന്നോട് വന്ന് പറഞ്ഞേ മുത്തിന് ഇങ്ങനെ 2-3 പ്രാവശ്യം കോളൊക്കെ വരുന്നുണ്ടെന്ന്, ആരോ ഫോണിൽ വിളിക്കുന്നുണ്ടെന്ന്. എന്നിട്ട് റൊണാൾഡോ അച്ചാച്ചൻ ചെന്ന് ചോദിക്കുമ്പോ ആ പറയുന്ന റോങ് നമ്പർ. അവള് പറഞ്ഞ റോങ് നമ്പറാണ്. എൻ്റെ അച്ചാച്ചൻ അത് ക്ലീറ്റോ ചേട്ടനോടും ചേച്ചിയോട് പോയി പറഞ്ഞപ്പോഴത്തേക്ക് അവർ നേരെ തിരിച്ച് റൊണാൾഡോ അച്ചാച്ചനെ കുറ്റപ്പെടുത്തുക, നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ റൊണാൾഡോ അച്ചാച്ചൻ അതിലും വലിയ സങ്കടം. അങ്ങനെ എന്നോട് വന്ന് പറഞ്ഞത്. അവിടെയൊക്കെ നിന്നൊക്കെ ഫോൺ ചെയ്യുന്നതൊക്കെ ഞാനും കാണാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഞാനത്ര ശ്രദ്ധിച്ചിട്ടില്ല. റൊണാൾഡല്ലേ പറഞ്ഞ? അപ്പൊ ആര് പറഞ്ഞെന്നല്ലല്ലോ ഏട്ടാ, നമ്മൾ ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ കൊച്ചല്ലേ, ഒന്നാമത്തെ പ്രായം ഇതാണ്. ഈ വിളിക്കുന്ന റോങ് നമ്പർ ആരാന്നെങ്കിലും ഒന്നറിയണ്ടേ? അവളുടെ ഫോണിലോട്ട് എപ്പോഴും എന്തിനാ റോങ് നമ്പർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അതെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എനിക്ക് ചേച്ചിയോടൊക്കെ പറയാൻ പേടിയോ. റൊണാൾഡോ ചേച്ചൻ വന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. നിങ്ങളിപ്പോ അവനെങ്ങനെ വഴക്ക് പറയാൻ വേണ്ടിട്ടേ അവൻ എന്തോ കാണുകയോ കേൾക്കുകയോ ചെയ്തു. അപ്പൊ അവനൊരു സംശയം തോന്നി. അത് ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളോടൊന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ട പാതി കേൾക്കാതെ പാതി അവന് തോളി കയറാൻ പോകുന്നു. അതിന്റെ സത്യം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു ഞങ്ങള്. നീ ആവശ്യമില്ലാതെ അത് അവനെ ന്യായീകരിക്കരുത്. നിന്റെ പിള്ളേരെ പറ്റിയാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? നീ കൂടുതൽ കുറ്റപ്പെടുത്തോ അതോ അന്വേഷിക്കോ? എന്താ ചെയ്യണത്? അവൻ ആദ്യം അന്വേഷിക്കാൻ പോകും പോലീസുകാരനല്ലേ. മുത്തെനിക്ക് അന്യാടി അന്യാണോ? അതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അതാണോ ഇപ്പൊ പറഞ്ഞേ? ഒരു കാര്യം അറിയുമ്പോ അതിന്റെ എല്ലാ വശങ്ങളും അറിയണ്ടേ നമ്മള്? അങ്ങനല്ലേ വേണ്ടത്? നിങ്ങള് മാറി തിരിഞ്ഞ് എന്നെ വഴക്ക് പറയുന്ന കൂട്ടത്തിൽ ഒരു തവണയെങ്കിലും ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പൊരുളുണ്ടോന്നറിയാൻ മുത്തനെ വിളിച്ചൊന്ന് ചോദിച്ചോ? ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞേ, ഞാൻ അതിലൊക്കെ ആരോടും പോയി പറഞ്ഞില്ലല്ലോ. ആ വിളിച്ചിട്ട് ആ റോങ് നമ്പർ ആരുടെയാണ്, ആരെ വിളിച്ചത്, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിക്കൂ. അതല്ലേ ഞാൻ പറഞ്ഞോളൂ. അവളെന്താ ചേച്ചി? സുരചേച്ചിയുടെ വീട്ടിൽ പോയിരിപ്പുണ്ട്. ഒന്നാമത്തെ അവള് പഠിക്കാൻ പോവാണ്. അവ ഇങ്ങനെയൊക്കെ പറയുമ്പോ ആ കൊച്ചിന് എന്തോരം മനസ്സിന് വിഷമം ഉണ്ടാവും. അവൾ അവിടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കണ്ടേ? അല്ല വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ഈ കുറ്റപ്പെടുത്തല്, അല്ലെങ്കിലേ ഞാൻ സൗകര്യം കൊടുക്കണില്ല എന്നാ പരാതി. യവനതുമെല്ലാം പറഞ്ഞാൽ മനസ്സിലാവോ പഠിക്കുന്ന പിള്ളേരെ കുറിച്ച്? മച്ചമ്പി കാലം ഇതാണ്, എനിക്കറിയോ. ഒന്ന് ചോദിച്ചൂടെ? അവള് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മുത്തേ, എല്ലാരും ഉണ്ടാ? ചേച്ചി അവിടെ ഉണ്ടായില്ലേ? ഉണ്ടായി കൊടുത്തു. എന്താണ് എല്ലാരും കൂടെ ഒരു ചർച്ച? ഒന്നുമില്ല. അടുത്തൊക്കെ എങ്ങനെ നടക്കണേ? പിന്നെ കുഴപ്പമുണ്ടാ? എപ്പോഴും പോണ തന്നെ? ഈ അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഗ്രൂപ്പും. ഇവിടെ വെച്ചിട്ടായിരുന്നു പോയി, പിന്നെ ഞാൻ വന്നെടുത്ത് മാമിക്ക് കാണിക്കും. ഇതെന്താ എല്ലാരും ഇങ്ങനെ ഇരിക്കുന്ന? എന്താണ് ചോദിക്കാനുണ്ട് നിന്നോട്? ഓ അതാണ്. എന്ത് പറ്റി?
പിന്നെ ആരെ എപ്പോഴെപ്പോഴും ഫോൺ വിളിക്കുന്നത്? നിനക്ക് ഇതിന് മാത്രം റോങ് നമ്പർ എവിടുന്നാ വരുന്നത്? ഓ അങ്ങനെ എല്ലാം ഒന്നും റോങ് നമ്പർ അല്ല. ഇന്നലെ രാവിലെ പത്രം വായിക്കാൻ നേരം ഒരു 7:15, അത് കഴിഞ്ഞിട്ട് ഒരു 7:45 ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങും. ഈ സമയത്ത് 2 കോള് വന്നു. അത് ചോദിച്ചാൽ പറഞ്ഞു റോങ് നമ്പറാണ്. ആ നമ്പർ മാത്രം നോക്കിയാൽ. അയ്യോ, അതിനാണ് ഇത്രയും വലിയ സീരിയസ് ചർച്ചയുടെ. ചിരിക്കേണ്ട ആരാന്ന് കാര്യം പറയാം, നീ ചോദിച്ച കാര്യം പറയും. അയ്യോ, അത് റോങ് നമ്പർ ഒന്നും അല്ല. അത് മാള് എന്നെ വിളിച്ചു. കാണിച്ചെന്ന് ആണെന്ന്. ഈ റൊണാൾഡോങ്ങൾ എപ്പോഴും ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ആരാ ഏതാ എവിടെ പോകുന്നൊക്കെ ചോദിക്കണോണ്ട് ഞാൻ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ റോങ് നമ്പർ ഒന്ന്. മാള് വന്നേ ഇന്നടാ ഓക്കേടാ പിന്നെ വിളിക്കാടാന്ന് പറഞ്ഞു. ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഇടാന്ന് വിളിക്കണം. അമ്മയ്ക്ക് അറിയാലോ ഇത്. എടാന്നോ? എന്നാ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പരിശോധിച്ചോ. വിളിച്ചോ. നമ്പറിലോട്ടൊന്ന് വിളിച്ചേ നീ. റൊണാൾഡോങ്ങൾ ഏത് നമ്പറാന്ന് പറ. 7:15 ഒരു 7:45 മുമ്പും. വിളിച്ചോ. ഇത് മാളൂന്ന് തന്നെയാണല്ലോ എഴുതിയിട്ടേക്കണേ. ഒന്ന് വിളിച്ചു നോക്കി ചേച്ചി. പേരിനകത്തൊന്നും ഒരു കാര്യമില്ല. വിളിച്ചത് ഫോൺ എടുക്കുന്ന ആരാ നോക്ക്. അയ്യോ, അത് മാളും ആണ്. ആ മിണ്ടാതിരിക്കും. സ്പീക്കർ ഇടും. അല്ലെങ്കിൽ റൊണാൾഡേ മിണ്ടല്ലേ. ഹലോ കേക്ക്. ഞാൻ മോളുടെ ഫോൺ കൊടുക്കാം. മക്കളെ മോനെ ദാ ഫോൺ. അങ്കിള്. ഹലോ ഹലോ. ഹലോ എടാ. ഹലോ പറയടി. അല്ല, നീ ഇന്ന് എന്റെ അടുത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞില്ല. അപ്പൊ അത് ചോദിക്കാൻ വേണ്ടി വിളിച്ച. എടി ഞാനേ പറയാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ ഇന്ന് ഹാമന്റെ വീട്ടിൽ പോവാണേ. അപ്പൊ ഞാൻ ഇന്ന് വീട്ടിൽ കാണൂല. നീ നാളെ വന്നാ മതി. എന്നാ നാളെ വരാം. ശരി ശരി ശരി, പോയിട്ട് വരാം. ശരി. ഇനിയിപ്പോ വേറൊരു സമയം പറഞ്ഞില്ല. അത് പറ, അത് നോക്കാം. മകളകത്ത് കയറിപ്പോ. വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് വാ. നീ അടുക്കളയിൽ പോ. ഞാൻ എന്തിനാ അടുക്കളയിലോട്ട് പോണത്? വാടാ അങ്ങോട്ട്. എന്റെ മോളാണ്, അല്ലാതെ നീ വിചാരിക്കുമ്പോൾ നീ